ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ടോ എന്താണ് എന്ന് നമുക്ക് നോക്കിയേക്കാം. അപ്പം ഓയില്ലാതെ ഓടിച്ചാലുള്ള വിഷയങ്ങളാണ് ഈ സംഭവം. നമുക്ക് എന്നാന്ന് വെച്ചാൽ അയച്ച് നോക്കിയേക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഓയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് 14 mm ഒരു ബോട്ട്സാണ് വരുന്നത്. 14 mm ഒരു ഓയിലിൽ ഡ്രെയിനിട്ടുമാണ് അടിക്ക് വരുന്നത്. ഓയിൽ എന്ന് പറയുന്ന കണ്ടീഷനെ വളരെ മോശമാണ്. ഓയിലാണ് കട്ട പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാര്യങ്ങളും എല്ലാം അയച്ചു നോക്കിയാൽ പൾസറിന്റെ സീറ്റ് വയ്ക്കാൻ വേണ്ടി നമുക്ക് സാധാരണ വണ്ടി പോലെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു കേബിളിൽ പിടിച്ച് മാത്രം വലിച്ചാൽ മാത്രം സിമ്പിൾ ട്രിക്കാണത്. ബോൾട്ട് പറഞ്ഞിട്ട് ഇപ്പം ടാങ്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾസ് എന്ന് പറയുന്നത് 12 mm ഒരു ബോക്സ് ഇല്ലെങ്കിൽ സ്പാൻഡറോ റിങ് ആണെങ്കിലും മതി. നമുക്ക് 12 mm ഒരു ബോൾട്ട് കൂടെ അയച്ചു അപ്പ് കൊടുക്കുക. ഈ ടാങ്കിൻ്റെ അടിയിൽ ഒരു കണക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓസും കാര്യങ്ങളും കണക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ടാങ്കിൻ്റെ വക്കത്ത് കിടക്കുന്ന വെള്ളവും പെട്രോളൊക്കെ ആണെങ്കിൽ വീണ് കഴിഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് പോകാനുള്ളൊരു ട്യൂബാണ്. ഇതാണ് നമ്മുടെ ഫ്യൂവൽ മീറ്ററിൻ്റെ, അതായത് മീറ്ററിനകത്ത് എത്ര അളവ് പെട്രോളും കാര്യങ്ങളും ഉണ്ടെന്ന് കാണിക്കുന്നൊരു മെത്തേഡാണിത്. ഇതിൻ്റെ പേരാണ് ഫ്ലോട്ട്. ഈ ഒരു കണക്ടർ ഇത് നമുക്ക് ഊരിടും. അടുത്ത അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സൈലൻസറാണ് ഊരുന്നത്. സൈലൻസർ ഊരാൻ നേരത്തെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ട ടൂൾസ് എന്ന് പറയുന്നത് 12 mm ഒരു ബോട്ട്സ്, ഈ ഒരു ബോട്ട്സും വേണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബോട്ട്സും വേണം. ഇനി ഇതാണ് സൈലൻസറിൻ്റെ കണക്ടർ, അതായത് സൈലൻസർ കണക്ട് ചെയ്തേക്കുന്ന ഒരു ഭാഗമാണ് ഹെഡിൻ്റെ അവിടെയാണ്. അപ്പോൾ അത് ഊരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 12 ഒരു ബോട്ട്സ് വേണം. അപ്പം ഇതാണ് കണക്ട് ചെയ്തേക്കുന്ന ഒരു ഭാഗം. ആ ഒരു മൗത്ത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഇതുണ്ട് സൈലൻസർ പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു 14 mm ഒരു ബോൾട്ടാണ്. തൊട്ടിപ്പുറത്ത് 17 mm ഒരു നെറ്റുമാണ്. അത് കൂട്ടണമെങ്കിലും 14 mm തന്നെ ഒരു ബോട്ട്സ് വേണം. അപ്പോൾ ഹെഡിൻ്റെ ഈ ഒരു ക്ലാമ്പ് നമുക്ക് ഊരേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ ക്ലാമ്പ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ എൻജിൻ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും നമുക്ക് കുറയ്ക്കാനായിട്ടുള്ളൊരു ക്ലാമ്പാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ബുഷും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഇതും കൂടെ ഒന്ന് ഊരിയാക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 mm ഒരു ബോട്ട്സും പിന്നെ 12 mm നെട്ടും തന്നെയാണ്. ഇപ്പം തൊട്ടിപ്പുറം കറങ്ങുവാണെങ്കിൽ തന്നെയാണല്ലോ ഒരു പ്ലെയറോ ഒരു 12 ബോട്ട്സ് ആണല്ലോ. കോയിലാണ്. ഈ കോയിലിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ് കറണ്ട് വരുന്നത്. കറണ്ട് വന്നാലേ ഉള്ളൂ വണ്ടി നമുക്ക് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് നിൽക്കത്തുള്ളൂ. അത് നോക്കി ഈ അഡാപ്റ്റർ ഒന്ന് ഊരിയാക്കാം. അഡാപ്റ്റർ ഊരി കഴിയുമ്പോൾ ഇവിടെ ഒരു 10 ഒരു ബോൾട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 10 mm ഒരു ബോട്ട്സും 10 mm ഒരു ബോൾട്ടുമാണ് വരുന്നത്. അതുകൂടെ നമുക്കൊന്ന് ഊരിയാക്കാം.
ഇനി ഇതാണ് നമ്മുടെ യൂറോയിലോട്ട് പോകുന്നൊരു പൈപ്പ്. അതായത് ഈ 2017 തൊട്ടുള്ള വണ്ടികൾക്ക് മാത്രമുള്ളൂ യൂറോയുടെ ഒരു പൈപ്പ് വരുന്നുള്ളൂ. 12 കട്ട് ചെയ്താൽ യൂറോയുടെ പൈപ്പ്. അപ്പം നേരെ ഈ പൈപ്പിൽ നിന്ന് നേരെ എയർഫുട്ടിലോട്ട് പോവുക. ഇത് 2017 19 തൊട്ടുള്ള വണ്ടികൾക്ക് ഈ ഇത് വരുന്നുണ്ട്. അതായത് മൈലേജും കാര്യങ്ങളും പൊട്ടലും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടുള്ളൊരു ഇതാണ് യൂറോയുടെ ഒരു പൈപ്പാണ്. ഇത് നമുക്കൊന്ന് ഊരിയാക്കാം. ഊരാനായിട്ട് ഇവിടെ ക്ലിപ്പാണുള്ളത്. ഈ ക്ലിപ്പ് കൊണ്ടുകൊണ്ട് നമുക്കൊരു പ്ലെയർ വേണം. ഒരു പ്ലെയർ എടുക്കുക, നേരെ ഈ ക്ലിപ്പിലോട്ട് ക്ലിപ്പിലോട്ടൊന്ന് മാറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഊരി മാറ്റാം. അപ്പോൾ അടുത്ത് തന്നെ നേരത്തെ ഊരിയ പോലെ തന്നെ ഒരു കോയിലാണ് ഇതും. ഈ കോയിൽ വിടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 എമ്മിൻ്റെ 10 എമ്മിൻ്റെ ഒരു ബോട്ട്സും 10 എമ്മിൻ്റെ ഒരു ബോൾട്ടുമാണ് വരുന്നത്. അതും കൂടെ നമുക്ക് ഊരിടേണ്ട ആവശ്യമുണ്ട്. ഊരുക. പിന്നെ ഇതാണ് ഹെഡിലോട്ട് കണക്ട് ചെയ്യുന്ന യൂറോ പൈപ്പ്. ആ പൈപ്പും കൂടെ നമുക്ക് ഊരാം. അതായത് 8 എമ്മിൻ്റെ ഒരു ബോട്ട്സും 8 എമ്മിൻ്റെ ബോൾട്ടും തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ഊരിയാക്കാം. അടുത്ത് തന്നെ ഇതാണ് ഹെഡിൻ്റെ സ്റ്റഡ്. ഈ സ്റ്റഡ് നമുക്ക് ഊരേണ്ട ആവശ്യമുണ്ട്. ഈ സ്റ്റഡ് ഊരിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഹെഡ് പൊക്കിയെടുക്കാനും സിലിണ്ടർ പൊക്കിയെടുക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യമേ നമുക്ക് ഇത് ഊരാം. ഇതും 14 എമ്മിൻ്റെ തന്നെ ഒരു കൊട ബോൾട്ടാണ്. അത് നമുക്ക് ഊരാം. ആ ഊരാനും 14 എമ്മിൻ്റെ തന്നെ ബോൾട്ട്സും കാര്യങ്ങളും പിന്നെ കണക്ടറും വേണം. ഇതേപോലെ തന്നെ തൊട്ടിപ്പുറ സൈഡും തന്നെ നമുക്ക് വരുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഊരിയേക്കാം. ഇതാണ് വാഷർ. ഈ ഹെഡിൻ്റെ സൈഡിൽ, അതായത് ഓയിൽ ലീക്കേജും കാര്യങ്ങളും മേളിലോട്ട് പമ്പിങ് ഉള്ള സമയങ്ങളിൽ ഇത് നമ്മളെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഹെഡിന് മാത്രമല്ല ഓയിൽ ഞെട്ടിനും മിക്ക വണ്ടികളിൽ എല്ലാവർക്കും എല്ലാത്തിലും ഉള്ള സാധനമാണ് ഈ ഒരു വാഷർ. കോപ്പർ വാഷർ എന്നും പറയും. ഈ ഒരു 4 നമ്മൾ അയച്ചു കഴിഞ്ഞാൽ തന്നെയാണ് ഇവിടെ തന്നെ ഹെഡിൻ്റെ അവിടെ തന്നെ 8 എമ്മിൻ്റെ ഒരു ബോൾട്ടും കൂടെ ഉണ്ട്. ഇത് 6 എണ്ണമാണ് വരുന്നത്. ഈ 6 ബോൾട്ടും കൂടെ നമുക്ക് അയച്ചെടുക്കണം. അത് 8 എമ്മിൻ്റെ ബോട്ട്സ് തന്നെയാണ് വേണ്ടത്. ഈ ഒരു ബോട്ട്സ് 8 എമ്മിൻ്റെ ലോങ് ഇല്ലെങ്കിൽ ഈ ബോട്ട്സ് ഇല്ലെങ്കിൽ തന്നെയാണ് നമുക്ക് കീ ആണെങ്കിലും ഞങ്ങൾക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെയുള്ളത് ഈ 4 ബോൾട്ട് ചെറുതാണെങ്കിൽ ബാക്കി 2 ബോൾട്ട് ഡിഫറൻറ്റ് ഉണ്ട്. അത് എന്ന് പറയുകയാണെങ്കിൽ ഇച്ചിരി ലോങ് ബോൾട്ടാണ് ഈ വരുന്നത്. ഇതുപോലെ 2 എണ്ണം ഉണ്ട് ലോങ്. 4 ഡിഫറൻറ്റ് ആണെങ്കിൽ ഇത് 2 എണ്ണം വേറെ രീതിയാണ്. ഇച്ചിരി ലോങ് ഉള്ള ബോൾട്ട് തന്നെയാണ്. ബാക്കിയുള്ള നമ്മൾ എൻജിനും കാര്യങ്ങളിലും അയച്ചു കഴിഞ്ഞപ്പോൾ തന്നെയുള്ളതാണ്. ഇനി കുറേ ഭാഗം നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല, എന്നാലും കൊണ്ടിട്ടുണ്ട്. സിസ്റ്റം പിടിച്ചൊരവസ്ഥയാണ്. പിന്നെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പൊട്ടി മൊത്തത്തോടെ പോയിട്ടുണ്ട്. ഇതാണ് ടൈമിംഗ് ചെയിൻ്റെ ഒരു അവസ്ഥ. ടൈമിംഗ് ചെയിൻ പൊട്ടി ഈ ഒരു ലോക്കിൽ നിന്നാണ് ടൈമിംഗ് ചെയിൻ വിട്ടുപോയിരിക്കുന്നത്. ഈ പൾസർ എന്ന് പറയുകയാണെങ്കിൽ ഒരു കൂടി വന്ന 50,000 കിലോമീറ്റർ ആകുമ്പോഴത്തേന് ടൈമിംഗ് ചെയിനും കാര്യങ്ങളും മാറി വിട്ടില്ലെങ്കിൽ ഇതുപോലെ പൊട്ടി പറഞ്ഞ് മൊത്തത്തോടെ പോകും. ടൈമിങ് ഔട്ടായി പൊട്ടിപ്പോയിട്ട് ടൈമിങ് ഔട്ടായി നേരെ പിസ്റ്റൻ്റെ അവിടെ എല്ലാം കൂടെ കയറി വാൽവും കാര്യങ്ങളെല്ലാം അടിച്ച് വാൽവും കാര്യങ്ങളെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇപ്പം ചെറിയ പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ലാഭം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ആയിട്ട് നമുക്ക് പോയി.
അതുകൊണ്ട് പൾസറിൻ്റെ ടൈം എഞ്ചിൻ 50,000 കിലോമീറ്റർ ആകുമ്പോഴത്തേന് ഹെഡും കാര്യങ്ങളും കരിങ്ങി കുത്തി ടൈം എഞ്ചിനും കാര്യങ്ങളെല്ലാം അവിടെ മാറേണ്ടതാണ്, ശ്രദ്ധിക്കുക. ഇതാണിപ്പം വണ്ടിയുടെ ഒരു എഞ്ചിൻ അയച്ചേക്കുന്നൊരു